സിമ്പിൾ ടാക്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന പുതിയൊരു സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഞാൻ ഇത് തുടങ്ങാനുള്ള കാരണം ആദ്യം പറയാം, ബോറടിപ്പിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ഈ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കണമെന്ന് സെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പ്, അത്ര ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് പോകാനായിട്ടുള്ളൊരു താല്പര്യമില്ലായ്മ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഫൈനലി ഞാനത് ഫുള്ള് കാണാനേ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നാൽ എന്നെ പോലുള്ള കുറേ ആൾക്കാർ ഇതുപോലെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെ അറിയാൻ ആഗ്രഹമില്ലാത്തതും അതുപോലെ അത്ര നേരം കണ്ടിരിക്കാൻ താല്പര്യമില്ലാത്തതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് സ്റ്റാർട്ട് എ സീരീസ്. അതായത് വേറെ ഒന്നുമല്ല, ഫുട്ബോൾ ടാക്ടിക്സിനെ ജസ്റ്റ് സിമ്പിളായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് പറയാം എന്താണ് സംഭവം. അതായത് ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്സിനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓക്കെ ഇന്നതാണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്ന രീതിക്ക് സിമ്പിളായിട്ട് ഉള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് ഞാൻ വിചാരിച്ച്. ഇതിൻ്റെ അകത്ത് ഈ ടാക്ടിക്സ് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ അതിൻ്റെ ഹിസ്റ്ററിയും കൂടെ പറയാം. കാരണം വേറെ ഒന്നുമല്ല, എന്താണ് എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എന്താണെന്നുള്ളത് പറയാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, കറ്റനീസിയോ സിസ്റ്റം. അതായത് ഇറ്റലിക്കാരെ നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മ തന്നെ എന്താണ്, വേറെ ഒന്നുമല്ല, അവർ ഡിഫെൻസീവ്ലി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ഡിഫെൻസീവ് ടീമാണ്. അവർക്കെതിരെ ഗോൾ അടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് നമ്മൾ കുറേ ഇറ്റാലിയൻ ഡിഫൻഡേഴ്സ്, ലെജൻസ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഡിഫൻഡേഴ്സിനെ കണ്ടിട്ടുണ്ട്, പ്ലേയേഴ്സ്. സോ കറ്റനീസിയോ സിസ്റ്റം, സോ ഇതിനെ പറ്റിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹിസ്റ്ററിയുടെ പേജസ് നമ്മൾ മറിച്ച് നോക്കണം. വേറെ ഒന്നുമല്ല, ഏകദേശം 1930 സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ സെവറ്റെ എന്നുള്ളൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ മാനേജറായിട്ടുള്ള കാൾ റപ്പൻ. സോ ആ കാലഘട്ടത്തിൽ അവർ കളിച്ചുകൊണ്ടിരുന്ന ഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3-5, അതായത് 2-3-5 എന്നുള്ളൊരു ഫോർമേഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഫുട്ബോൾ ഇപ്പോഴത്തെ പോലെ അത്രക്കാണ്ട് ഹൈലി ഫിലോസഫിക്കലോ ടാക്ടിക്കലോ അല്ലായിരുന്നു. അതിന് ഈ ഒരു സമയത്തിന് ശേഷമൊക്കെയാണെന്നാണ് കൂടുതലായിട്ട് ഡെവലപ്പായത്. അന്ന് 2-3-5 കളിച്ചിരുന്നു. ആൻഡ് ആ സമയത്ത് ഡിഫെൻസീവ്ലി ഭയങ്കര വൾണറബിൾ ആയിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാൾ റപ്പൻ ഡിഫൻസിലേക്ക് പ്ലേയേഴ്സിനെ മിഡ്ഫീൽഡിൽ നിന്ന് മൂവ് ചെയ്തിട്ട് കൊണ്ടുവന്നത്. ആൻഡ് ഹി ചേഞ്ച്ഡ് ഇൻ ടു സംതിങ് സിമിലർ ടു 4-4-2 അല്ലെങ്കിൽ ഒരു 4-3-3. ഇപ്പം നമ്മൾ 4-4-2 4-4-3 കാണില്ലേ, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫോർമേഷനിലേക്ക് കൊണ്ടുവന്നു, ഡിഫെൻസീവായിട്ട് മോർ സ്റ്റേബിൾ ആവാനായിട്ട്. ഇതാണ് തുടക്കം. അന്ന് ഇതിന് വോഡു സിസ്റ്റം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇപ്പുറം കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ 1-2 മാനേജേഴ്സ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത്, എസ്പെഷ്യലി ഒന്ന് വിയാനി, അതിനുശേഷം നെറോ റോക്കോ. വിയാനിയാണ് ഇങ്ങനൊരു സിമിലർ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത് അന്നത്തെ ഇതിന്. ആ സമയം തൊട്ടിട്ട് അതുകൊണ്ട് ആകർഷണം നേടി തുടങ്ങി. അതിനുശേഷം റോക്കോ AC മിലാനിൽ വന്നിട്ട് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആ സമയത്താണ് ഇതിന് കറ്റനീസിയോ എന്നുള്ളൊരു പേര് വരാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്ത് കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം അർജൻറ്റീനിയൻ മാനേജറായിട്ടുള്ള ഹെലീനിയോ ഹെറേറ ഇൻ്റർ മിലാൻ, അഥവാ ഇൻ്റർനാഷണൽ, ആ സമയത്ത് ഇൻ്റർനാഷണലായിരുന്നു, ഇപ്പോൾ ഇൻ്റർ മിലാൻ, അവിടെ വന്നിട്ട് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യണത്. ആൻഡ് അന്ന് അവർ കളിച്ചിരുന്ന ഫോർമേഷൻ 5-3-2 ആയിരുന്നു. ആൻഡ് 5-3-2 ഫോർമേഷൻ വെച്ചിട്ട് കറ്റനീസിയോ സിസ്റ്റം വെച്ച് അവർ ഹ്യൂജ് സക്സസ് നേടിയില്ല. എസ്പെഷ്യലി 1963-ലും 64-ലും അവർ യൂറോപ്യൻ കപ്പ് നേടി. ആൻഡ് ഹ്യൂജ് സക്സസ് ആയിരുന്നു. അപ്പോഴാണ് ഇത് ഭയങ്കര ഫേമസും പോപ്പുലറും ആയത്, കറ്റനീസിയോ സിസ്റ്റം. ആൻഡ് എന്താണ് ഈ കറ്റനീസിയോ എന്ന് പറയണം, കാരണം വേറെ ഒന്നുമല്ല, കറ്റനീസിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ ബോൾട്ട് അഥവാ കുറ്റി, നമ്മൾ ഈ വാതിലിലേക്ക് കുറ്റിയില്ലേ, അതിനെയാണ് കറ്റനീസിയോ എന്ന് പറയുന്നത്. അതിന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഡിഫെൻസീവ് പ്ലേയേഴ്സിൻ്റെ പുറകിൽ ഒരു മിഡ്ഫീൽഡറിനെ മിഡ്ഫീൽഡിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഡിഫെൻസീവ് ലൈനിൻ്റെ പുറകിൽ, ഡിഫൻഡേഴ്സിൻ്റെ പുറകിൽ ഒരു സ്വീപ്പർ അല്ലെങ്കിൽ ഒരു ലിബേറോ എന്നുള്ളൊരു രീതിക്ക് ഒരു പ്ലെയറിനെ ഡിപ്ലോയ് ചെയ്തിട്ട് സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്കിൽ കൂടെ കളി നിയന്ത്രിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കളി വിജയിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇത് ആക്ച്വലി ഭയങ്കര ടൈറ്റ് മാൻ മാർക്കിംഗ് ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതോടൊപ്പം തന്നെ ഈ സ്വീപ്പർ അഥവാ ലിബറോ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് സ്വീപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സ്വീപ്പറിനും ലിബറോക്കും ഡിഫറെൻറ്റ് മോഡേൺ ഫുഡിൽ ഡിഫറെൻറ്റ് പ്രോസ്പെക്ട്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ സ്വീപ്പറിനെ അല്ലെങ്കിൽ ഒരു ലിബറോയുടെ ഒക്കെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയ വേറെ ഒന്നുമല്ല, ബയേൺ മ്യൂണിച്ചിൻ്റെയും ജർമ്മനിയുടെയും ലെജൻഡായിട്ടുള്ള ഫ്രാൻസ് ബെക്കൻബേറിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഈ ഒരു പ്ലെയറിനെ എസ്പെഷ്യലി കളിക്കുന്ന സമയത്ത് നല്ല വിഷൻ വേണം, ലോങ് ബോൾസ് കൊടുക്കാനുള്ള എബിലിറ്റി വേണം, അതേപോലെ തന്നെ ട്രിപ്പിൾ ചെയ്യാനുള്ള കഴിവ് വേണം, പ്രസ് ചെയ്ത് ചെയ്യാനുള്ള കഴിവ് വേണം.
ആൻഡ് ഈ കെറ്റനീസ് സിസ്റ്റം ഭയങ്കര ടൈറ്റായിട്ട് ഇത് ചെയ്യാനുള്ള സംഭവമാണ്. എസ്പെഷ്യലി എന്താണ് അധികം പാസുകളൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഞങ്ങൾ ഗോൾ അടിക്കാനുള്ള മുന്നേറ്റം കൗണ്ടർ അറ്റാക്കിൽ 3-4 പാസുകളിൽ നിന്ന് ഗോള് അടിക്കാനുള്ള ഒരു സംഭവം, അതാണ് ഈ കെറ്റനീസ് സിസ്റ്റത്തിനെ ഏറ്റവും ഭയങ്കര ഡിഫറൻസ് ആക്കുന്നത്. ഇപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിൽ കെറ്റനീസ് സിസ്റ്റം എന്ന് പറയുന്ന ഇല്ല, ആരും ഒരു ക്ലബ്ബുകളും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ കെറ്റനീസിയോ സിസ്റ്റത്തിൻ്റെ ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് ഇപ്പോഴും പല ഫുട്ബോൾ മാനേജേഴ്സും പല മോഡേൺ ഫുട്ബോൾ ക്ലബ്സും ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഈ കെറ്റനീസിയോ സിസ്റ്റത്തിൽ നിന്ന് ഇൻസ്പയർ ആയി ചെയ്തേക്കുന്ന കുറേ മാനേജേഴ്സ് ഉണ്ട് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള. ഒന്ന് ജോസെ മൊറീനിയോ, 2 ആന്റോണിയോ കോണ്ടെ, അതേപോലെ വേറെ പല മാനേജേഴ്സ് ഉണ്ട്. എന്താണ് ആ കെറ്റനീസിയോ സിസ്റ്റത്തിൻ്റെ ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് ഇപ്പോഴും മോഡേൺ ഫുട്ബോളിൽ തിളങ്ങുന്ന പല ഹ്യൂജ് സക്സസ്സുകളും കീഴടക്കിയിട്ടുള്ള മാനേജേഴ്സ്. സോ ഇതാണ് കെറ്റനീസിയോ സിസ്റ്റം. ഇതിൽ നിന്ന് ഇവോൾവ് ആയിട്ടുള്ള പല ടാക്ടിക്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മോയ.